ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിനുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന പിസ്ത ഷെൽസ് ആട്ടോ. സാധാരണ നമ്മൾ പിസ്ത ഷെൽ കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഷെൽസ് കളയാറാണ് പതിവ്. ഇനി മുതൽക്ക് അത് കളയേണ്ട, എടുത്തു വെച്ചു. കാരണം ഇത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സംഭവം വേറെ നല്ലൊരു അടിപൊളി ഡെസ്ക് ഡെക്കോറായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ട്യൂലിപ്പ് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ഒരു കാണുന്ന സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓലൻ്റെ മുകളിലുള്ള ഈർക്കിളും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഈ ഒരു ഗ്ലൂ ഗൺ എടുത്തിട്ട് അത് സ്റ്റിക്കിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ പിസ്ത ഷെൽസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 4 എണ്ണമാണ് ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിൽ കൂടുതലായി കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള എല്ലാ സ്റ്റിക്കിൻ്റെ മുകളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഫെവി കോളും നടക്കില്ല, ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വേണം. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റിക്കിലും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്കും റെഡുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിങ്ക് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ഒന്ന് കളർ ചെയ്തതിന് ശേഷം റെഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടിപ്പിൽ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് റെഡിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കളർ ചെയ്യണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഷെൽസായിട്ട് കളർ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് ചെയ്യാനുള്ള മടി കാരണമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ റെഡ് കണ്ടോ, ഞാൻ ടിപ്പിൽ ഇതുപോലെ ഞാൻ കൊടുക്കുന്നത് കാണാൻ ഒന്നുകൂടെ ഒരു റിയലിസ്റ്റിക് ലുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റിയലിസ്റ്റിക് ആയോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെമ്മ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്രീൻ ടേപ്പ് എടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ ടേപ്പ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഈസിലി ഫാൻസി സ്റ്റോറിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് ഓരോ സ്റ്റെമ്മും ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് കുറച്ച് പേപ്പർ ലീവ്സും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെസ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. മാത്രമല്ല ഇത് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം പേപ്പർ ട്യൂലിപ്സിനൊന്നും മാതിരി പെട്ടെന്ന് ചീത്തയായൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഡോണറ്റ് വേസ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോണറ്റ് വേസിൻ്റെ അകത്ത് ഇട്ട സമയത്ത് ഇതെല്ലാം കൂടെ പരന്ന് കിടക്കുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. അതെല്ലാം കൂടെ കൂടി കിടക്കുമ്പോഴല്ലേ കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റിലേക്ക് ഞാൻ അതിൻ്റെ വേസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള വേസ്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.